ഹലോ ഫ്രണ്ട്സ്, വെൽക്കംസ് ടു രഞ്ജൂസ് കുക്ക്. ഇന്ന് നമ്മളാക്കാൻ പോകുന്നത് ഒരു മയണൈസാണ്. അപ്പോൾ മയണൈസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ 2 വെളുത്തുള്ളിയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടിടണം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് അടിഞ്ഞിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ടോട്ടലായിട്ട് ഉപയോഗിക്കുന്നത് 3/4 കപ്പ് എണ്ണയാണ്. അത് സൺഫ്ലവർ ഓയിൽ. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിച്ചാൽ അത്ര ഇതായിട്ട് വരില്ല. അപ്പം നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കണം. ആദ്യം ഇത് മിക്സ് ചെയ്ത് അടിച്ചതിന് ശേഷം നമ്മൾ 1/4 കപ്പ് എണ്ണ ഒഴിക്കുക. അപ്പോൾ 3 പ്രാവശ്യമായിട്ട് നമ്മൾ എണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ 1/4 കപ്പ് എണ്ണ ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു നല്ലൊരു പതിഞ്ഞൊരു ഇതായിട്ടുണ്ട്. പക്ഷേ അത്ര തിക്കായിട്ടുണ്ട്. അതിനാണ് നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഒഴിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ 2ാമത്തെ കപ്പ്, അങ്ങനെ 3ാമത്തെ കപ്പ്, അങ്ങനെ 3 പ്രാവശ്യമായിട്ട് നമ്മൾ 1/4 കപ്പ് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സിയിലിട്ട് അടിക്കണം. അതൊരു 10-15 സെക്കൻഡ് തന്നെ അടിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ പെട്ടെന്ന് ഒറ്റ അടിക്കെടുക്കല്ല, ഒരു 10-15 സെക്കൻഡോളം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കുക. നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നല്ലൊരു തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കറക്റ്റ് ഒരു മയണൈസിൻ്റെയൊക്കെ ഇതായിട്ടുണ്ട്. ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ മയണൈസിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ മന്തിയുടെ കൂടിയും കുബൂസിൻ്റെ കൂടെയൊക്കെ ചിക്കൻ ഫ്രൈയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഹോം മെയ്ഡ് ആയിട്ടുള്ള മയണൈസ് നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ.